പത്തനാപുരം പുന്നല പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വഞ്ചികളിലെ പണം അപഹരിച്ചു. ശ്രീകോവിലിന്റെയും ഓഫീസ് മുറിയുടെയും പൂട്ടുകൾ തകർത്ത നിലയിലാണ്. അത് എത്രയും പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട സാർമാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അതിന് നീതി കണ്ടെത്തി തരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളതും. പത്തനാപുരം പുന്നല പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിലിന്റെയും ഓഫീസ് മുറിയുടെയും പൂട്ടുകൾ തകർത്തായിരുന്നു മോഷണം. വഞ്ചികളിലെ പണവും അപഹരിച്ചു. ഈ ക്ഷേത്രത്തിലെ കഴിഞ്ഞ 28-ാം തീയതിക്ക് ശേഷമുള്ള നടവരവ് എന്ന് പറഞ്ഞാൽ വഞ്ചിയിൽ സമർപ്പിച്ച ചിലപ്പോൾ ഒരു പക്ഷേ സ്വർണമോ കുമളയോ കാര്യങ്ങളോ എല്ലാം അതിനകത്ത് നിക്ഷേപിക്കാറാണ് ഉള്ളത്. അത് തിരുമേനിയും പറഞ്ഞു അതിനകത്ത് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു തിരുമേനിക്ക് അറിയാവും ഏറ്റവും കൂടുതലും വഞ്ചിയിലെ വരവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പുള്ളിയും പറഞ്ഞു സാമ്പത്തികം നല്ല രീതിയിൽ അതിനകത്തുണ്ട്, ഞാനത് പിടിച്ച് പൊക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒറ്റയ്ക്ക്, അതുപോലുള്ള നിറവയിലുള്ള സാമ്പത്തികം പൈസ അതിനകത്തുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. രാവിലെ ക്ഷേത്ര മേൽശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് ഉൾപ്പെടെ നടന്നു വന്നതിനാൽ കാണിക്കവഞ്ചിയിൽ പണവും സ്വർണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. ദശാവതാര ചാർത്ത് സംബന്ധിച്ചിടത്തോളം നടവരവും സ്വർണവും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ടതായിട്ടാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ശ്രീ പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാര ചാർത്ത് 15ാമത് ദശാവതാര ചാർത്ത് എൻ്റെ ഉത്സവം നടന്നു കഴിഞ്ഞ് അപ്പോൾ കണക്കൊക്കെ അവതരിപ്പിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ മുൻകാലങ്ങളെക്കാട്ടി സാമ്പത്തികമായിട്ട് അമ്പലത്തിൽ മിച്ചം വന്നു. അപ്പം അമ്പലത്തിൽ സൂക്ഷിച്ചിരുന്ന 3 വഞ്ചികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരുമേനി ശാന്തി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ 5:30 വന്നപ്പോഴാണ് തിരുമേനി വിളിച്ചാണ് എല്ലാവരും പേരും അറിയിച്ച്. അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്, ഭാരവാഹികളും കമ്മിറ്റിക്കാരും എല്ലാം അറിയുന്നത്. അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ അവിടുന്ന് സാറൊക്കെ വന്ന് ഇവിടെ അന്വേഷിച്ച് എല്ലാ റിപ്പോർട്ടൊക്കെ എടുത്ത് പോയേക്കുവാണ്. കഴിഞ്ഞ ദിവസം പട്ടാഴി മേഖലയിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.